പരിശുദ്ധ വല്ലാർപാടത്തമ്മ തന്നിൽ ആശ്രയിക്കുന്ന സകലർക്കും കാരുണ്യം വാരി വിതറുന്ന അമ്മയാണെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ പറഞ്ഞു. വല്ലാർപാടം പള്ളിയുടെയും പരിശുദ്ധ മാതാവിന്റെ തിരുച്ചിത്ര സ്ഥാപനത്തിന്റെയും മഹാജൂബിലിയോടനുബന്ധിച്ചുള്ള വല്ലാർപാടത്തമ്മയുടെ തിരുസ്വരൂപ പ്രയാണത്തിന്റെ ഒന്നാം ഘട്ടം വല്ലാർപാടം ബസിലിക്കയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ വത്സല മാതാവും അങ്ങേ ദിവ്യമ്മയുമായ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുസ്വരൂപ പ്രയാണത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ ഞങ്ങളുടെ വത്സല അമ്മയായ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഈ തിരുസ്വരൂപം ദയാപൂർവം അങ്ങ് ആശീർവദിക്കണമേ. ഈ തിരുസ്വരൂപ പ്രയാണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഈ വാഹനത്തിന് അനുയാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ ജൂബിലി പ്രയാണത്തെയും വാത്സല്യപൂർവ്വം അങ്ങ് കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മയോടുള്ള അനുക്രമമായിട്ടുള്ള ഭക്തി ഈശോയിലേക്കും തൃത്വ ദൈവത്തിലേക്കും മുന്നേറുവാൻ ഞങ്ങൾക്ക് ഉപയുക്തമാകട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എന്നുള്ളതാകട്ടെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിന്റെ ആപ്തവാക്യം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയാൽ ഈ ലോക ജീവിതത്തിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റവും ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാനും അതോടൊപ്പം അമ്മയിലൂടെ ഞങ്ങൾ നിത്യജീവന് അവകാശികളാകുവാൻ അങ്ങ് ഞങ്ങളെ തുണയ്ക്കണമേ. ഇതിനായി സഹകരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ഇതിന് യാത്ര ചെയ്യുന്ന ഓരോ മക്കളും അവരുടെ കുടുംബങ്ങളും ഈ ആത്മീയമായ ശുശ്രൂഷ വഴിയായി നിരവധിയായ ദൈവിക കൃപകൾ പ്രാപിക്കുവാനും അങ്ങ് ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ കാരൽ ജോയ്സ് കളത്തിപ്പറമ്പിൽ, ഫാദർ സാവിയോ ആന്റണി തെക്കേപ്പാടത്ത് എന്നിവർ പ്രസംഗിച്ചു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ, ഫാത്തിമ ചർച്ച് എളംകുളം, സെന്റ് മേരി മാഗ്ദലിൻ ചർച്ച് മൂത്തേടം, വിമലമാതാ ചർച്ച് നെട്ടൂർ, മൌണ്ട് കാർമൽ ചർച്ച് മാമംഗലം, ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൊറ്റക്കുഴി, ഡോൺ ബോസ്കോ ചർച്ച് തട്ടാഴം, മൌണ്ട് കാർമൽ ചർച്ച് ചാത്യാത്ത്, കാരുണ്യമാതാ പള്ളി പൊന്നാരിമംഗലം എന്നീ ദേവാലയങ്ങളിലൂടെയായിരുന്നു തിരുസ്വരൂപ പ്രയാണം നടന്നത്. പ്രയാണത്തിന്റെ രണ്ടാം ഘട്ടം ഓഗസ്റ്റ് 25 ഞായറാഴ്ച നടത്തുമെന്ന് ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത്, മഹാജൂബിലി ജനറൽ കൺവീനർ പീറ്റർ കൊറയ എന്നിവർ അറിയിച്ചു.